ആകെക്കൂടി ഒരു സംസ്ഥാനമേ ഉള്ളൂ. ഈ സംസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അവസാനമാകുന്ന രൂപത്തിലേക്ക് അത് പോകുമോ എന്ന ഭയം എനിക്കുണ്ട്. ഇന്നത്തെ ഈ പരിപാടി ഭയപ്പെടുത്തുന്നതാണ്, എനിക്ക് നല്ല ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇതിലൊരു തുടർച്ചയുണ്ടാകും. ഇതെങ്ങനെ നേരിടും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്നല്ല ഞാൻ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു ആലോചന നടത്തുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ഇതിൽ പ്രതിപക്ഷമായാലും പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് എന്താണ്? പ്രതിപക്ഷമായും പലപ്പോഴും പറയാനുള്ളത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒത്തുകളി, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒത്തുകളി, ഇതിവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പലപ്പോഴും അറിയിക്കുന്നു. ഇപ്പോൾ കെ എസ് യു പ്രതിഷേധത്തിനുണ്ട്. പക്ഷേ കെ എസ് യുവിൻ്റെ പ്രതിഷേധം എന്നുള്ളതല്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ തലമുതിർന്നവർ, കോൺഗ്രസ് നേതാക്കൾ, CPM നേതാക്കൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു? ഇപ്പോൾ ഈ വിഷയം, ഗവർണറുമായി വിഷയം വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ട എന്താണ്? ഈ MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിന് ശേഷം, ഇൻ്റർവ്യൂവിന് ശേഷം അതുണ്ടാക്കിയ ഡാമേജ് മറികടക്കാൻ വേണ്ടി പിറ്റേ ദിവസം ശിവൻകുട്ടി ആ പരിപാടിയിൽ ബോധപൂർവം പോയി എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ വായിച്ചു. എന്തായാലും പറഞ്ഞ വാചകങ്ങളൊക്കെ നല്ല ഷാർപ്പായിരുന്നു, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എഴുതി തയ്യാറാക്കി വായിക്കുന്നു എന്നുള്ളതിൽ തന്നെ നേരത്തെ ഉണ്ടാക്കിയ ഡാമേജ് കുറയ്ക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അത് ഗവർണറുടെ ചുമതലകൾ, ഗവർണറുടെ അധികാരങ്ങൾ എന്ത് എന്നുള്ള പാഠപുസ്തകത്തിൽ ഉൾക്കൊള്ളിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൽ തന്നെ വെള്ളം ചേർക്കുന്ന രൂപത്തിലേക്ക് അത് വന്നു എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ എത്രത്തോളം ചെയ്യാൻ പറ്റും? ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് മാറുകയാണോ? ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കുന്നത്? കാരണം ഭരണഘടനയുമായി ബന്ധപ്പെട്ട്, ഭരണഘടന ഇപ്പോൾ തിരുത്തി എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഭരണഘടനയിൽ വെള്ളം ചേർത്തുകൊണ്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെള്ളം ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ രാജ്ഭവനിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഭാരതമാതാവിനെ വെക്കുന്നത്. ഭാരതമാതാവിനെ വെക്കൽ മാത്രമല്ല, എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്.